വിഷുക്കഞ്ഞി തയ്യാറാക്കി വിഷു ആഘോഷിച്ച പാലക്കാട്ടുകാർ. നെല്ലറയിലെ പുത്തനരിയിൽ ഉണ്ടാക്കുന്ന പ്രത്യേക വിഭവമാണ് വിഷുക്കഞ്ഞി. സ്വാദിഷ്ടമായ വിഷുക്കഞ്ഞി എന്ന വിഭവത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കാണാം. വിഷുവിന് എല്ലായിടത്തും വിഭവസമൃദ്ധമായ സദ്യയാണെങ്കിൽ പാലക്കാട്ടെ സ്പെഷ്യൽ വിഷുക്കഞ്ഞിയാണ്. എന്താണ് വിഷുക്കഞ്ഞി എന്നല്ലേ നോക്കാം. നമസ്കാരം. നമസ്കാരം. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എന്തായി വിഷുവൊക്കെ ആഘോഷമൊക്കെ എങ്ങനെ പോകുന്നു? രാവിലെ തൊട്ട് കണി കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി അതിനുള്ള തയ്യാറെടുപ്പാണ്. വിഷുക്കഞ്ഞി എന്ന് പറയും. അത് നമ്മുടെ ഈ പാലക്കാട് ഉള്ള ഒരു പ്രത്യേക അത് തന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചു വന്നത്. എന്താണ് ഈ വിഷുക്കഞ്ഞി? വിഷുക്കഞ്ഞി ഒരു പ്രത്യേക തരം കൂട്ടുകളാണ്. അതിന് പുളിയ വരയ്ക്കാന്ന് പറയും, നമ്മൾ മൊച്ചക്കൊട്ടാന്ന് തമിഴിൽ പറയും. അത് പിന്നെ ചെറുപയർ അങ്ങനെ അതൊക്കെ വറുത്ത് തേങ്ങ അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അത് ഇപ്പോൾ ഇനി അതിന് അങ്ങോട്ട് പോവുകയാണ് ഉണ്ടാക്കാൻ. എന്നാ ഒന്നിച്ച് നോക്കാം. വരും. അപ്പോൾ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ അമ്മ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്? ആദ്യം ചെറുപയർ മൊച്ചക്കൊട്ടാന്ന് പറയും, അല്ലെങ്കിൽ പുളിയ വരയ്ക്കാന്ന് പറയും. അതിനെ വറുത്ത് പൊടിച്ച് രണ്ടൊന്നായിട്ട് പൊടിച്ചിട്ട് പച്ചരി പുഴുങ്ങലരി അത് ആദ്യം പുഴുങ്ങലരി വേവിക്കും. അതിൻ്റെ ഒപ്പം പച്ചക്കൊട്ട ഇടും. എന്നിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ചെറുപയർ പൊടിച്ചതും പച്ചരിയും കൂടി കലർന്നിട്ട് അതിൽ കൊട്ടും. എന്നിട്ട് എല്ലാം കൂടി വേവിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ നെയ്യ് ഒക്കെ കൂടി കലർന്ന് ഉപ്പും പാകത്തിനിട്ടിട്ട് ഇളക്കി വാങ്ങി വയ്ക്കും. പഞ്ചധാന്യങ്ങളാണോ? പഞ്ചധാന്യങ്ങളില്ല, നാളികേരം, ചെറുപയർ, പച്ചരി, പുഴുങ്ങലരി. എത്ര സമയമാണ് ഉണ്ടാക്കാൻ? എത്ര സമയം എടുക്കും? വേവിൻ്റെ അനുസരിച്ചിരിക്കും. നല്ല പുഴുങ്ങലരി ആകുമ്പോൾ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടാ പച്ചരി ഇടുക. പച്ചരി വേവുന്നു രണ്ടും കൂടി വേവുമ്പോൾ ശരിയാവും. അത് നല്ല ടേസ്റ്റായിരിക്കും. നല്ലോണം എല്ലാവർക്കും കഴിക്കാനും ഒക്കെ സുഖമാണ്. സമയവും സുഖമാണ്, വെയിൽ. അതുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഭക്ഷണം എന്നാണ് സങ്കല്പം. അപ്പോൾ വിഷുക്കഞ്ഞി എന്തായാലും എന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നമുക്ക് കഞ്ഞി വെക്കുന്നതിന് വേണ്ടി ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഈ വീട്ടിൻ്റെ ഉടമ അദ്ദേഹം ഒരു മ്യൂസിഷ്യനാണ്. എങ്ങനെ മുരളിയുടെ പരിപാടിയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് പരിപാടികളൊക്കെ? അങ്ങനെ ഗംഭീരമായിട്ട് നമ്മുടെ കൊല്ലംകോട് തൂക്കം തൊട്ട് കരിക്കകം, ഏറ്റുമാനൂർ, കൊട്ടാരക്കര, നമ്മുടെ കൊല്ലത്ത് നമ്മുടെ ദുര്യോധന അമ്പലം, അങ്ങനെ ഇവിടെ കാസർഗോഡ് വരെയും നമ്മളിങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകളും, അതെ, മധുചേട്ടനും ഉണ്ണിച്ചേട്ടനും ഹരിശങ്കറും ഷീഫിനും എല്ലാവരോടൊപ്പം ഇങ്ങനെ ഷോസ് ഇങ്ങനെ പോകുന്നു. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വിഷുവിൻ്റെ പുത്താണ്ട്, ചിത്തിരൈ പുത്താണ്ടാണല്ലോ, തമിഴും പുത്താണ്ട് തന്നെയാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് നമ്മൾ ഉഗാണ്ടയ്ക്കാണ് പോകുന്നത്. ഞങ്ങൾ മലയാളം, കുറച്ച് ചെന്നൈയിൽ നിന്ന് കുറച്ച് ആർട്ടിസ്റ്റുകൾ, ഇവിടുന്ന് നിഖിൽ മാത്യു, സരയു, ഡാൻസ്, കോമഡി, നമ്മുടെ കേശു മാമ, അങ്ങനെ എല്ലാവരും കൂടി ഇപ്രാവശ്യം ഉഗാണ്ടയിലാണ് പ്രോഗ്രാം. ഈ വരുന്ന 19, 20, 21 തീയതികളിൽ അതാണ്. നമ്മുടെ കഞ്ഞി വന്നിട്ടുണ്ടാവും, അത് നോക്കാം. ഏതായാലും കഞ്ഞി ഏതായാലും പ്രിപ്പയർ ആയിരുന്നു അല്ലേ? കഴിക്കാം. കഴിച്ചിട്ട് പോയാൽ റെഡിയായി. കഞ്ഞി റെഡി.
അപ്പോൾ ഇതാണ് വിഷുക്കഞ്ഞി. ഏറെ സ്വാദിഷ്ടമാണ് ഈ വിഭവം. എല്ലാ പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. ക്യാമറമാൻ PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.